ഓം ശാന്തി. 22/12/20 ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് ഇപ്പോൾ ബാബയിലൂടെ ദിവ്യ ദൃഷ്ടി ലഭിച്ചിരിക്കുന്നു. ആ ദിവ്യ ദൃഷ്ടിയിലൂടെ തന്നെയാണ് നിങ്ങൾക്ക് ആത്മാവിനെയും പരമാത്മാവിനെയും കാണുവാൻ സാധിക്കുന്നത്. ചോദ്യം: ഡ്രാമയുടെ ഏതൊരു രഹസ്യം മനസ്സിലാക്കുന്നവർ ഏതൊരു നിർദ്ദേശം ആർക്കും നൽകുകയില്ല? ഉത്തരം: ഡ്രാമയിൽ എന്തെല്ലാം പാസ്റ്റായോ അത് വീണ്ടും ആക്യുറേറ്റായി റിപ്പീറ്റാകും എന്ന് ആരും മനസ്സിലാക്കുന്നുവോ അവർ ഒരിക്കലും ആർക്കും ഭക്തി ഉപേക്ഷിക്കുവാനുള്ള നിർദ്ദേശം നൽകില്ല. എപ്പോഴാണോ അവരുടെ ബുദ്ധിയിൽ ജ്ഞാനം നല്ല രീതിയിൽ ഇരിക്കുന്നത്, അപ്പോൾ ഞാൻ ആത്മാവാണ്, എനിക്ക് പരിധിയില്ലാത്ത ബാബയിൽ നിന്നും സമ്പത്ത് നേടണം എന്ന് മനസ്സിലാക്കും. എപ്പോഴാണോ പരിധിയില്ലാത്ത ബാബയുടെ തിരിച്ചറിവ് ഉണ്ടാകുന്നത്, അപ്പോൾ പരിധിയുള്ള കാര്യങ്ങൾ സ്വതവേ ഇല്ലാതായിക്കൊള്ളും. ഓം ശാന്തി. തൻ്റെ ആത്മാവിൻ്റെ സ്വധർമ്മത്തിൽ ഇരിക്കുകയാണോ? ആത്മീയ അച്ഛൻ ആത്മീയ കുട്ടികളോട് ചോദിക്കുന്നു. കാരണം കുട്ടികൾക്ക് ഇതറിയാം, ഒരേ ഒരു പരിധിയില്ലാത്ത പിതാവാണുള്ളത്. ആ ഒന്നിനെ റൂഹ് അഥവാ ആത്മാവെന്നും പറയുന്നു. കേവലം ആ ഒന്നിനെ സുപ്രീം എന്ന് പറയുന്നു. സുപ്രീം ആത്മാവ് അല്ലെങ്കിൽ പരമാത്മാവ് എന്ന് പറയുന്നു. പരമാത്മാവ് തീർച്ചയായും ഉണ്ട്. പരമാത്മാവേ ഇല്ല എന്ന് പറയുകയില്ല. പരമ ആത്മാവ്, അതായത് പരമാത്മാവ്, ഇതും മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. കുഴങ്ങിപ്പോകരുത്. കാരണം 5000 വർഷം മുമ്പും ഈ ജ്ഞാനം നിങ്ങൾ കേട്ടിരുന്നു. ആത്മാവ് തന്നെയാണല്ലോ കേൾക്കുന്നത്. ആത്മാവ് വളരെ ചെറുതും സൂക്ഷ്മവുമാണ്. ഇത്രയേ ഉള്ളൂ, അതിനെ ഈ കണ്ണുകളിലൂടെ കാണുവാൻ സാധിക്കില്ല. ആത്മാവിനെ ഈ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുള്ള ഒരു മനുഷ്യനും ഉണ്ടാകില്ല. കാണുവാൻ കഴിയും, പക്ഷേ ദിവ്യ ദൃഷ്ടിയിലൂടെ, അതും ഡ്രാമ പ്ലാൻ അനുസരിച്ച്. ശരി, മറ്റേതെങ്കിലും വസ്തു കാണപ്പെടുന്നത് പോലെ ആത്മാവിൻ്റെ സാക്ഷാത്കാരം ആർക്കെങ്കിലും ഉണ്ടാകുന്നു എന്ന് വിചാരിക്കൂ. ഭക്തി മാർഗത്തിലും എന്തെങ്കിലും സാക്ഷാത്കാരങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അത് ഈ കണ്ണുകളിലൂടെ തന്നെയാണ്. ആ ദിവ്യ ദൃഷ്ടി ലഭിക്കുന്നു. അതിലൂടെയാണ് ചൈതന്യത്തിൽ കാണുന്നത്. ആത്മാവിന് ജ്ഞാന ചക്ഷുസ് ലഭിക്കുന്നു. അതിലൂടെ കാണുവാൻ സാധിക്കുന്നു. പക്ഷേ ധ്യാനത്തിലാണ്. ഭക്തി മാർഗത്തിൽ വളരെയധികം ഭക്തി ചെയ്യുന്നു. അപ്പോൾ സാക്ഷാത്കാരം ഉണ്ടാകുന്നു. മീരയ്ക്ക് സാക്ഷാത്കാരം ഉണ്ടായതുപോലെ ഡാൻസ് ചെയ്യുമായിരുന്നു. വൈകുണ്ഠമൊന്നും ഉണ്ടായിരുന്നില്ല. 500-600 വർഷം ആയി കാണും. ആ സമയം വൈകുണ്ഠം ഉണ്ടായിരുന്നില്ല. എന്താണോ പാസ്റ്റ് ആയത് അത് ദിവ്യ ദൃഷ്ടിയിലൂടെ കാണും. എപ്പോഴാണോ വളരെയധികം ഭക്തി ചെയ്ത് പൂർണ്ണമായും ഭക്തിമയമാകുന്നത്, അപ്പോൾ ദർശനമുണ്ടാകുന്നു. എന്നാൽ അതിലൂടെ മുക്തി ലഭിക്കുന്നില്ല. മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും വഴി ഭക്തിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഭാരതത്തിൽ എത്ര അനേകം ക്ഷേത്രങ്ങളുണ്ട്. ശിവന്റെ ലിംഗവും വയ്ക്കുന്നു, വലിയ ലിംഗവും വയ്ക്കുന്നു, ചെറുതും വയ്ക്കുന്നു. ഇപ്പോൾ കുട്ടികൾ അറിയുന്നുണ്ട്, എങ്ങനെയാണോ ആത്മാവ് അതുപോലെയാണ് പരംപിത പരമാത്മാവ്. സൈസ് എല്ലാവരുടെയും ഒന്ന് തന്നെയാണ്. പിതാവ് എങ്ങനെയോ അതുപോലെ കുട്ടികളും. ആത്മാക്കളെല്ലാം സഹോദരങ്ങളാണ്. ആത്മാക്കൾ ഈ ശരീരത്തിൽ വരുന്നു പാർട്ട് അഭിനയിക്കുവാൻ. ഇത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇത് ഭക്തിമാർഗത്തിലെ കെട്ടുകഥകളൊന്നുമല്ല. ജ്ഞാനമാർഗത്തിലെ കാര്യങ്ങൾ കേവലം ഒരേ ഒരു ബാബയാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. ഏറ്റവും ആദ്യത്തേതാണ്
മനസ്സിലാക്കിച്ചു തരുന്ന പരിധിയില്ലാത്ത ബാബ നിരാകാരൻ തന്നെയാണ്. ആ ഒന്നിനെ പൂർണ്ണ രീതിയിൽ ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. ആ ഒന്ന് സർവവ്യാപിയാണ് എന്ന് പറയുന്നു. ഇത് ശരിയായത് ഒന്നല്ല. ബാബയെ വിളിക്കുന്നുണ്ട്, വളരെ സ്നേഹത്തോടെ വിളിക്കുന്നു. പറയുന്നു, ബാബ, അങ്ങ് എപ്പോൾ വരുമോ അപ്പോൾ അങ്ങിൽ നമ്മൾ അർപ്പണമാകും. എൻ്റേത് താങ്കളാണ്, രണ്ടാമതാരുമില്ല. അപ്പോൾ തീർച്ചയായും ആ ഒന്നിനെ ഓർമ്മിക്കേണ്ടി വരും. ആ ഒന്ന് സ്വയവും പറയുന്നു, ഹേ കുട്ടികളെ, ആത്മാക്കളോട് തന്നെയാണ് സംസാരിക്കുന്നത്. ഇതിനെ ആത്മീയ നോളജ് എന്ന് പറയുന്നു. ആത്മാവും പരമാത്മാവും വളരെ കാലം വേർപിരിഞ്ഞിരുന്നു എന്ന് പാടപ്പെടുകയും ചെയ്യുന്നു. ഈ കണക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. വളരെ കാലമായി ആത്മാക്കളായ നിങ്ങൾ വേർപിരിഞ്ഞിരിക്കുന്നു. അവർ തന്നെയാണ് പിന്നെ ഈ സമയം ബാബയുടെ അടുക്കൽ വന്നിരിക്കുന്നത്, വീണ്ടും തൻ്റെ രാജയോഗം പഠിക്കുന്നതിന് വേണ്ടി. ഈ ടീച്ചർ സെർവൻ്റ് ആണ്. ടീച്ചർ എല്ലായ്പ്പോഴും ഒബീഡിയൻസ് സെർവൻ്റ് ആയിരിക്കും. ബാബയും പറയുന്നു, ഞാൻ എല്ലാ കുട്ടികളുടെയും സെർവൻ്റാണ്. നിങ്ങൾ എത്ര അധികാരത്തോടാണ് വിളിക്കുന്നത്, ഹേ പതീത പാവന, വന്ന് നമ്മെ പാവനമാക്കി മാറ്റൂ. എല്ലാവരും ഭക്തരാണ്. പറയുന്നു, ഹേ ഭഗവാനെ, വരൂ, നമ്മെ വീണ്ടും പാവനമാക്കൂ. പാവന ലോകം എന്ന് സ്വർഗത്തെയും പതീത ലോകം എന്ന് നരകത്തെയുമാണ് പറയുന്നത്. ഇതെല്ലാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇത് കോളേജ് അഥവാ ഗോഡ് ഫാദർലി വേൾഡ് യൂണിവേഴ്സിറ്റിയാണ്. ഇതിൻ്റെ എയിം ഓബ്ജക്റ്റ് മനുഷ്യനിൽ നിന്നും ദേവതയാവുക എന്നതാണ്. കുട്ടികൾ നിശ്ചയം ഉറപ്പിക്കുന്നു, നമുക്ക് ഇത് ആകേണ്ടതുണ്ട്. ആർക്കാണോ നിശ്ചയമേ ഇല്ലാത്തത് അവർ സ്കൂളിലിരിക്കുമോ? എയിം ഓബ്ജക്റ്റ് ബുദ്ധിയിലുണ്ട്, നമ്മൾ ബാരിസ്റ്റർ അഥവാ ഡോക്ടറാകും എന്ന്. അപ്പോൾ പഠിക്കുമല്ലോ. നിശ്ചയമില്ല എങ്കിൽ വരികയേയില്ല. നിങ്ങൾക്ക് നിശ്ചയമുണ്ട്, നമ്മൾ മനുഷ്യനിൽ നിന്നും ദേവത അഥവാ നരനിൽ നിന്നും നാരായണനാകുന്നു. ഇതും സത്യസത്യമായ സത്യ നരനിൽ നിന്നും നാരായണനാകുന്നതിൻ്റെ കഥയാണ്. വാസ്തവത്തിൽ ഇത് പഠനമാണ്. എന്നാൽ ഇതിനെ കഥ എന്ന് എന്തുകൊണ്ട് പറയുന്നു? കാരണം 5000 വർഷം മുമ്പും കേട്ടിട്ടുണ്ടായിരുന്നു. പാസ്റ്റായി കഴിഞ്ഞു. പാസ്റ്റിനെ കഥ എന്നാണ് പറയുന്നത്. ഇതാണ് നരനിൽ നിന്നും നാരായണനാകുന്നതിൻ്റെ ശിക്ഷണം. കുട്ടികൾ ഹൃദയപൂർവ്വം മനസ്സിലാക്കുന്നു, പുതിയ ലോകത്തിൽ ദേവതമാരും പഴയ ലോകത്തിൽ മനുഷ്യരുമാണ് വസിക്കുന്നത്. ദേവതമാരിൽ എന്ത് ഗുണങ്ങളാണോ ഉള്ളത് അത് മനുഷ്യരിലില്ല. അതിനാൽ അവരെ ദേവത എന്ന് പറയുന്നു. മനുഷ്യർ ദേവതമാരുടെ മുന്നിൽ നമിക്കുന്നു, താങ്കൾ സർവഗുണ സമ്പന്നമാണ് എന്ന്. പിന്നെ സ്വയം തന്നെക്കുറിച്ച് പറയുന്നു, നമ്മൾ പാപിയും താഴ്ന്നവരുമാണ് എന്ന്. മനുഷ്യർ തന്നെയാണ് പറയുന്നത്, ദേവതമാരെ കുറിച്ച് പറയില്ല. ദേവതമാരുണ്ടായിരുന്നത് സത്യയുഗത്തിലാണ്, കലിയുഗത്തിൽ ഉണ്ടാവുക സാധ്യമല്ല. എന്നാൽ ഇക്കാലത്ത് എല്ലാവരെയും ശ്രീ ശ്രീ എന്ന് പറയുന്നു. ശ്രീ എന്നാൽ ശ്രേഷ്ഠം. സർവശ്രേഷ്ഠം ഭഗവാന് തന്നെയാണ് ആക്കുവാൻ സാധിക്കുന്നത്. ശ്രേഷ്ഠ ദേവത സത്യയുഗത്തിലാണ് ഉണ്ടായിരുന്നത്. ഈ സമയം ഒരു മനുഷ്യനും ശ്രേഷ്ഠമല്ല. കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ പരിധിയില്ലാത്ത സന്യാസം ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, ഈ പഴയ ലോകം സമാപ്തമാകാൻ പോകുന്നു. അതിനാൽ ഇവയെല്ലാത്തിനോടും വൈരാഗ്യമുണ്ട്. അതാകട്ടെ ഹഠയോഗി സന്യാസമാണ്. വീട്ടുകാര്യങ്ങൾ ഉപേക്ഷിച്ച് ഇറങ്ങി, പിന്നെ വന്ന് കൊട്ടാരങ്ങളിൽ ഇരിക്കുന്നു. അല്ലായിരുന്നുവെങ്കിൽ കുടിലിൽ യാതൊരു ചിലവും ഉണ്ടായിരുന്നില്ല, ഒന്നും തന്നെ ഇല്ല. ഏകാന്തതയ്ക്ക് വേണ്ടി കുടിലിലാണ് ഇരിക്കേണ്ടത്, അല്ലാതെ കൊട്ടാരങ്ങളിലല്ല. ബാബയുടെയും കുടിൽ ഉണ്ടായിരിക്കുന്നു.
കുടിലിൽ എല്ലാ സുഖവുമുണ്ട്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് പുരുഷാർത്ഥം ചെയ്ത് മനുഷ്യനിൽ നിന്നും ദേവതയാകേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാം, ഡ്രാമയിൽ എന്തെല്ലാം പാസ്റ്റായോ അത് വീണ്ടും ആക്യുറേറ്റായി റിപ്പീറ്റാകും. അതിനാൽ ആർക്കും ഭക്തി ഉപേക്ഷിക്കാനുള്ള നിർദ്ദേശം കൊടുക്കരുത്. ജ്ഞാനം ബുദ്ധിയിൽ വരുമ്പോൾ മനസ്സിലാക്കും, നമ്മൾ ആത്മാവാണ്. നമുക്കിപ്പോൾ പരിധിയില്ലാത്ത ബാബയിൽ നിന്നും സമ്പത്ത് നേടേണ്ടതുണ്ട്. പരിധിയില്ലാത്ത ബാബയുടെ തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ പിന്നെ പരിധിയുള്ള കാര്യങ്ങൾ സമാപ്തമാകുന്നു. ബാബ പറയുന്നു, ഗൃഹസ്ഥ വ്യവഹാരത്തിലിരിക്കെ കേവലം ബുദ്ധിയുടെ യോഗം ബാബയുമായി ചേർക്കണം. ശരീര നിർവഹണത്തിനു വേണ്ടി കർമ്മവും ചെയ്യണം. ഭക്തിയിൽ ചിലരൊക്കെ വളരെ നൗധഭക്തി ചെയ്യുന്നു. നിയമപൂർവം ദിവസവും പോയി ദർശനം നടത്തുന്നു. ദേഹധാരികളുടെ അടുക്കിലേക്ക് പോവുക, അതെല്ലാം ശാരീരിക യാത്രയാണ്. ഭക്തി മാർഗത്തിൽ എത്ര തിക്കും തിരക്കും കൊള്ളേണ്ടി വരുന്നു. ഇവിടെ യാതൊരു തിക്കും തിരക്കും കൊള്ളേണ്ടതില്ല. വരികയാണെങ്കിൽ മനസ്സിലാക്കിച്ച് കൊടുക്കുന്നതിന് വേണ്ടി ഇരുത്തുന്നു. ബാക്കി ഓർമ്മയ്ക്ക് വേണ്ടി ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഇരിക്കേണ്ടതില്ല. ഭക്തിമാർഗത്തിൽ ആരെങ്കിലും കൃഷ്ണന്റെ ഭക്തനാണ് എങ്കിൽ നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും കൃഷ്ണനെ ഓർമ്മിക്കാൻ സാധിക്കുന്നില്ല എന്ന് വരികയില്ല. അതിനാൽ ആരാണോ വിദ്യാസമ്പന്നരായ മനുഷ്യർ, അവർ പറയുന്നു, കൃഷ്ണന്റെ ചിത്രം വീട്ടിൽ വെച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ നിങ്ങൾ ക്ഷേത്രങ്ങളിൽ എന്തിനു പോകുന്നു? കൃഷ്ണന്റെ ചിത്രങ്ങളുടെ പൂജ നിങ്ങൾക്ക് എവിടെയിരുന്നും ചെയ്യാം. ശരി, ചിത്രവും വെക്കണ്ട, ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. ഒരു തവണ ഒരു വസ്തുവിനെ കണ്ടുവെങ്കിൽ പിന്നെ ഓർമ്മ വന്നുകൊണ്ടിരിക്കും. നിങ്ങളോടും ഇത് തന്നെയാണ് പറയുന്നത്. ശിവബാബയെ നിങ്ങൾക്ക് വീട്ടിലിരിക്കവേ ഓർമ്മിക്കുവാൻ സാധിക്കില്ലേ? ഇത് പുതിയ കാര്യമാണ്. ശിവബാബയെ ആരും അറിയുന്നില്ല. നാമം, രൂപം, ദേശം, കാലം എന്നിവയെ അറിയുന്നതേയില്ല. സർവവ്യാപിയാണ് എന്ന് പറയുന്നു. ആത്മാവിനെ പരമാത്മാവ് എന്ന് പറയുന്നില്ല. ആത്മാവിന് അച്ഛൻ്റെ ഓർമ്മ വരുന്നു, പക്ഷേ അച്ഛനെ അറിയുന്നില്ല. അപ്പോൾ 7 ദിവസം മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടി വരും. പിന്നെ വിസ്താരത്തിൽ പോയിന്റ്സും മനസ്സിലാക്കിക്കുന്നു. ബാബ ജ്ഞാനത്തിൻ്റെ സാഗരമാണല്ലോ. എത്ര സമയമായി കേട്ടു വന്നിരിക്കുന്നു. കാരണം നോളജ് ആണല്ലോ. നമുക്ക് മനുഷ്യനിൽ നിന്നും ദേവതയാകാനുള്ള നോളജാണ് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ബാബ പറയുന്നു, നിങ്ങളെ പുതിയ പുതിയ ഗുഹ്യമായ കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. മുരളി നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എത്ര നിലവിളിക്കുന്നു? ബാബ പറയുന്നു, നിങ്ങൾ ബാബയെ ഓർമ്മിക്കൂ. മുരളി പഠിക്കുന്നു, എന്നിട്ടും മറന്നു പോകുന്നു. ആദ്യം ഇത് ഓർമ്മിക്കണം. ഞാൻ ആത്മാവാണ്, ഇത്രയും ചെറിയ ബിന്ദുവാണ്. ആത്മാവിനെയും അറിയേണ്ടതുണ്ട്. പറയുന്നു, ഇയാളുടെ ആത്മാവ് മാറി മറ്റൊന്നിൽ പ്രവേശിച്ചു എന്ന്. നമ്മൾ ആത്മാക്കൾ തന്നെയാണ് ജന്മങ്ങൾ എടുത്തെടുത്ത് ഇപ്പോൾ പതീതവും അപവിത്രവുമായത്. ആദ്യം നിങ്ങൾ പവിത്ര ഗൃഹസ്ഥ ധർമ്മത്തിലേതായിരുന്നു. ലക്ഷ്മിയും നാരായണനും രണ്ടുപേരും പവിത്രമായിരുന്നു. പിന്നെ രണ്ടുപേരും അപവിത്രമായി. വീണ്ടും രണ്ടുപേരും പവിത്രമാകുന്നു. അപ്പോൾ അപവിത്രത്തിൽ നിന്നും പവിത്രമായതാണോ അതോ പവിത്ര ജന്മമെടുത്തതാണോ? ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. എങ്ങനെ നിങ്ങൾ പവിത്രമായിരുന്നു, പിന്നെ വാമമാർഗത്തിൽ പോകുന്നതിലൂടെ അപവിത്രമായി. പൂജാരിയെ അപവിത്രമെന്നും പൂജ്യരെ പവിത്രമെന്നും പറയും. മുഴുവൻ വേൾഡിൻ്റെയും ഹിസ്റ്ററിയും ജോഗ്രഫിയും നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. ആരെല്ലാമാണ് രാജ്യം ഭരിച്ചിരുന്നത്? എങ്ങനെയാണ് അവർക്ക് രാജ്യം ലഭിച്ചത്? ഇത് നിങ്ങൾ അറിയുന്നു. ഇതറിയുന്ന മറ്റാരുമില്ല. നിങ്ങളുടെ അടുക്കലും മുൻപ് രചയിതാവിൻ്റെയും
രചനയുടെ ആദ്യ മധ്യ അന്ത്യത്തിൻ്റെയും ഈ നോളജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നാസ്തികരായിരുന്നു. അറിയാമായിരുന്നില്ല. നാസ്തികരാകുന്നതിലൂടെ എത്ര ദുഃഖിതരായി മാറുന്നു. ഇപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു ഈ ദേവതയാകുന്നതിനു വേണ്ടി. അവിടെ എത്ര സുഖമുണ്ടായിരിക്കും. ദൈവിക ഗുണങ്ങളും ഇവിടെ ധാരണ ചെയ്യേണ്ടതുണ്ട്. പ്രജാപിത ബ്രഹ്മാവിൻ്റെ സന്താനങ്ങൾ സഹോദരി സഹോദരന്മാരായല്ലോ. ക്രിമിനൽ ദൃഷ്ടി ഉണ്ടാകുവാൻ പാടില്ല. ഇതിലാണ് പ്രയത്നമുള്ളത്. കണ്ണുകൾ വളരെയധികം ക്രിമിനലാണ്. എല്ലാ അംഗങ്ങളെക്കാൾ ക്രിമിനലായത് കണ്ണുകളാണ്. പകുതി കൽപ്പം ക്രിമിനലും പകുതി കൽപ്പം സിവിലും ആയിരിക്കുന്നു. സത്യയുഗത്തിൽ ക്രിമിനൽ ആയിരിക്കുന്നില്ല. കണ്ണുകൾ ക്രിമിനലാണ് എങ്കിൽ അസുരൻ എന്ന് പറയുന്നു. ബാബ സ്വയം പറയുന്നു, ഞാൻ പതീത ലോകത്തിലാണ് വരുന്നത്. ആരാണോ പതീതമായിരിക്കുന്നത് അവരെ തന്നെയാണ് പാവനമാക്കേണ്ടത്. ഇദ്ദേഹം സ്വയം ഭഗവാനാണ് എന്ന് പറയുന്നതായി മനുഷ്യർ പറയുന്നു. വൃക്ഷത്തിൽ നോക്കൂ, പൂർണ്ണമായും തമോപ്രധാന ലോകത്തിൻ്റെ അന്തിമത്തിൽ നിൽക്കുന്നു. ആ ഒന്ന് തന്നെ പിന്നെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സത്യയുഗം മുതൽ ലക്ഷ്മി നാരായണന്റെ ഡിനാസ്റ്റി നടക്കുന്നു. സംവത്സരവും ഈ ലക്ഷ്മി നാരായണൻ മുതലാണ് കണക്കാക്കപ്പെടുന്നത്. അതിനാൽ ബാബ പറയുന്നു, ലക്ഷ്മി നാരായണന്റെ രാജ്യം കാണിക്കുമ്പോൾ എഴുതൂ, ഇവർക്ക് 1250 വർഷത്തിനു ശേഷം ത്രേതായാണ്. ശാസ്ത്രങ്ങളിൽ പിന്നെ ലക്ഷക്കണക്കിന് വർഷം എന്നെഴുതിയിരിക്കുന്നു. രാവും പകലും പോലെയുള്ള വ്യത്യാസമായല്ലോ. ബ്രഹ്മാവിൻ്റെ രാത്രി പകുതി കൽപ്പം, ബ്രഹ്മാവിൻ്റെ പകൽ പകുതി കൽപ്പം. ഈ കാര്യങ്ങൾ ബാബ തന്നെയാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. വീണ്ടും പറയുന്നു, മധുരമായ കുട്ടികളെ, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ബാബയെ ഓർമ്മിക്കൂ. ആ ഒന്നിനെ ഓർമ്മിച്ച് നിങ്ങൾ പാവനമായി മാറും. പിന്നെ അന്തമതി സോഗതി ഉണ്ടാകും. ഇവിടെ ഇരിക്കൂ എന്ന് ബാബ പറയുന്നില്ല. സർവീസബിളായ കുട്ടികളെ ഇരുത്തുകയില്ല. സെന്റേഴ്സും മ്യൂസിയവും മറ്റും തുറന്നുകൊണ്ടിരിക്കുന്നു. എത്ര പേർക്കാണ് ക്ഷണം നൽകുന്നത്? വന്ന് ഗോഡ്ലി ബർത്ത് റൈറ്റായ വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം നേടൂ. നിങ്ങൾ ബാബയുടെ കുട്ടികളാണ്. ബാബ സ്വർഗത്തിൻ്റെ രചയിതാവാണ്. അപ്പോൾ നിങ്ങൾക്കും സ്വർഗത്തിൻ്റെ സമ്പത്തുണ്ടാകേണ്ടതാണ്. ബാബ പറയുന്നു, ഞാൻ ഒരേ ഒരു തവണ സ്വർഗം സ്ഥാപിക്കുവാനായി വരുന്നു. ലോകം ഒന്നേ ഉള്ളൂ. അതിൻ്റെ ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. മനുഷ്യരുടേതാണെങ്കിൽ അനേകം മതങ്ങളാണ്, അനേകം കാര്യങ്ങളാണ്. എത്ര മതാന്തരങ്ങളുണ്ട്. ഇതിനെ പറയുന്നത് അദ്വൈത മതം എന്നാണ്. വൃക്ഷം എത്ര വലുതാണ്. എത്ര ശാഖ ഉപശാഖകൾ വരുന്നു. എത്ര ധർമ്മങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യമാണെങ്കിൽ ഒരു മതവും ഒരു രാജ്യവുമായിരുന്നു. മുഴുവൻ വിശ്വത്തിലും ഇവരുടെ രാജ്യമായിരുന്നു. ഇതും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. നമ്മൾ തന്നെയാണ് മുഴുവൻ വിശ്വത്തിൻ്റെയും അധികാരിയായിരുന്നത്. പിന്നെ 84 ജന്മമെടുത്ത് ദരിദ്രമായി. ഇപ്പോൾ നിങ്ങൾ കാലത്തിൻ്റെ മേൽ ജയം നേടുന്നു. അവിടെ ഒരിക്കലും അകാല മൃത്യു ഉണ്ടാകുന്നില്ല. ഇവിടെയാണെങ്കിൽ നോക്കൂ, ഇരുന്നിരുന്ന് അകാല മൃത്യു ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. 4 ഭാഗത്തും മൃത്യു തന്നെ മൃത്യുവാണ്. അവിടെ ഇങ്ങനെ ഉണ്ടാകുന്നില്ല. മുഴുവൻ ആയുസ് വരെയും ജീവിതം തുടരുന്നു. ഭാരതത്തിൽ പ്യൂരിറ്റി, പീസ്, പ്രോസ്പെറിറ്റി ഉണ്ടായിരുന്നു. 150 വർഷം ആവറേജ് ആയുസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എത്ര ആയുസ്സാണ് ഉണ്ടായിരിക്കുന്നത്? ഈശ്വരൻ നിങ്ങളെ യോഗം പഠിപ്പിച്ചു. അപ്പോൾ നിങ്ങളെ യോഗേശ്വർ എന്ന് പറയുന്നു. അവിടെ പറയുകയില്ല. ഈ സമയം നിങ്ങൾ യോഗേശ്വരനാണ്. നിങ്ങളെ ഈശ്വരൻ രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ രാജരാജേശ്വരനാകണം. ഇപ്പോൾ നിങ്ങൾ ജ്ഞാനേശ്വരനാണ്. പിന്നെ രാജേശ്വർ, അതായത് രാജാക്കന്മാരുടെയും രാജാവാകും. ശരി, മധുരമധുരമായ സിക്കിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ
സ്നേഹസ്മരണകൾ ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: കണ്ണുകളെ സിവിൽ ആക്കുന്നതിനുള്ള പ്രയത്നം ചെയ്യണം. ബുദ്ധിയിൽ സദാ ഉണ്ടായിരിക്കണം, നമ്മൾ പ്രജാപിത ബ്രഹ്മാവിൻ്റെ കുട്ടികൾ, സഹോദരി സഹോദരന്മാരാണ്. ക്രിമിനൽ ദൃഷ്ടി വയ്ക്കുവാൻ കഴിയില്ല. ശരീര നിർവഹണാർത്ഥം കർമ്മം ചെയ്യുമ്പോഴും ബുദ്ധിയുടെ യോഗം ഒരു ബാബയിൽ ചേർക്കണം. പരിധിയുള്ള സർവ കാര്യങ്ങളും ഉപേക്ഷിച്ച് പരിധിയില്ലാത്ത ബാബയെ ഓർമ്മിക്കണം. പരിധിയില്ലാത്ത സന്യാസിയാകണം. വരദാനം: സദാ അതീന്ദ്രിയ സുഖത്തിൻ്റെ ഊഞ്ഞാലിൽ ആടുന്നവരും സംഗമയുഗത്തിലെ സർവ അലൗകിക പ്രാപ്തികളാലും സമ്പന്നമായി ഭവിക്കട്ടെ. ഏത് കുട്ടികളാണോ അലൗകിക പ്രാപ്തികളാൽ സദാ സമ്പന്നമായവർ, അവർ അതീന്ദ്രിയ സുഖത്തിൻ്റെ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കുന്നു. ആരെങ്കിലും ഓമന കുട്ടിയാണ് എങ്കിൽ അതിനെ ഊഞ്ഞാലിലാട്ടുന്നു. അതുപോലെ സർവപ്രാപ്തി സമ്പന്നമായ ബ്രാഹ്മണരുടെ ഊഞ്ഞാലാണ് അതീന്ദ്രിയ സുഖത്തിൻ്റെ ഊഞ്ഞാൽ. ഈ ഊഞ്ഞാലിൽ സദാ ആടിക്കൊണ്ടിരിക്കൂ. ഒരിക്കലും ദേഹാഭിമാനത്തിൽ വരരുത്. ആരാണോ ഊഞ്ഞാലിൽ നിന്നും ഇറങ്ങി ഭൂമിയിൽ പാദം വയ്ക്കുന്നത്, അവർ മലിനമായി പോകുന്നു. ഉയർന്നതിലും ഉയർന്ന ബാബയുടെ സ്വച്ഛമായ കുട്ടികൾ സദാ അതീന്ദ്രിയ സുഖത്തിൻ്റെ ഊഞ്ഞാലിലാടുന്നു. മണ്ണിൽ പാദം വയ്ക്കുവാൻ സാധിക്കില്ല. സ്ലോഗൻ: ഞാൻ ത്യാഗിയാണ്. ഈ അഭിമാനത്തിൻ്റെ ത്യാഗം തന്നെയാണ് സത്യമായ ത്യാഗം. ഓം ശാന്തി. മനസ്സിലെ സങ്കല്പങ്ങളെ ഞാൻ നിരീക്ഷിക്കുന്നു. എൻ്റെ സങ്കല്പങ്ങളെ നിരീക്ഷിക്കുമ്പോൾ സങ്കല്പങ്ങളുടെ വേഗത സാവധാനത്തിൽ ആകുന്നു. സദ്വിവേകത്തെ ഉണർത്തി സൂക്ഷ്മമായ മനോവിഷമങ്ങൾക്കും പിരിമുറുക്കങ്ങൾക്കും വിട നൽകി അവയിൽ നിന്നും എൻ്റെ മനസ്സിനെ ഞാൻ സ്വതന്ത്രമാക്കുന്നു. വിപരീത സാഹചര്യങ്ങളെയും വിഘ്നങ്ങളെയും അതിജീവിക്കുവാനുള്ള ശക്തി എന്നിലുണ്ട്. ഞാൻ എല്ലാ വ്യർത്ഥ വികൽപ്പങ്ങൾക്കും വിരാമമിട്ട് എൻ്റെ നിജസ്വരൂപത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഒരു അലൗകിക പ്രകാശബിന്ദുവായി അമരമായ ആത്മാവാണ് ഞാൻ. ഈ ആത്മസ്മൃതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശാന്തിയാകുന്ന എൻ്റെ നൈസർഗിക ഗുണം ഞാൻ അനുഭവിക്കുന്നു. എന്നിൽ നിന്നും ശാന്തിയുടെ പ്രകാശവീചികൾ നാനാ ദിശകളിലേക്കും വ്യാപിക്കുന്നു. ഈ സ്ഥിതിയിലിരുന്ന് ദേഹത്തിൽ നിന്നും
ദേഹത്തിൻ്റെ ലോകത്തിൽ നിന്നും ബുദ്ധിയുടെ ബന്ധം വേർപെടുത്തി പരമധാമം ആകുന്ന ആത്മഗ്രഹത്തിലേക്ക് സങ്കല്പത്തിലൂടെ യാത്ര ചെയ്യുന്നു. സർവത്ര ശാന്തതയും സ്വീറ്റ് സൈലൻസും നിറഞ്ഞ ഈ ലോകത്തിൽ ഞാൻ സ്വതന്ത്രമാണ്, ഭാരരഹിതമാണ്, ശാന്ത സ്വരൂപമാണ്. നിശബ്ദതയുടെ ഈ ധാമത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശാന്തിയുടെ സ്പന്ദനങ്ങൾ എനിക്ക് അനുഭവപ്പെടുന്നു. ആ ദിവ്യമായ ശാന്തിയുടെ സ്രോതസ്സായ ശിവപരമാത്മാവിൻ്റെ സമീപം സ്ഥിതി ചെയ്യുന്നു. ശാന്തി സാഗരനും സർവശക്തിവാനും ജ്ഞാനസൂര്യനുമായ പരമാത്മാവിൻ്റെ ഈ ശ്രേഷ്ഠ സംഘത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശാന്തിയുടെയും ശക്തിയുടെയും ആത്മീയ ഊർജം എന്നിൽ നിറയുന്നു. പരമാത്മാവിൽ നിന്നും പ്രസരിക്കുന്ന ശക്തിശാലി സ്പന്ദനങ്ങൾ മനസ്സിനെയും ബുദ്ധിയെയും പ്രകാശമാനമാക്കുന്നു. അഗ്നിക്ക് പരിവർത്തന ശക്തി ഉണ്ടായിരിക്കുന്നതുപോലെ ഈ പരമാത്മാ പ്രകാശം എന്നിലെ പരിമിതമായ വ്യക്തിത്വ ഭാവങ്ങളെ സമാപ്തമാക്കി അപരിമിതമായ അലൗകിക വ്യക്തിത്വം എമർജ് ആക്കുന്നു. ശാന്തിയുടെയും ശക്തിയുടെയും അലൗകിക ഈശ്വരീയ അനുഭവങ്ങളാൽ സമ്പന്നമായി ഞാൻ സ്മൃതിയുടെ ശക്തിയിലൂടെ സാകാര ദേഹത്തിലേക്ക് മടങ്ങി വരുന്നു. എന്നിൽ നിന്നും ശാന്തിയുടെയും ശക്തിയുടെയും ശ്രേഷ്ഠ തരംഗങ്ങൾ നാനാ ദിശകളിലേക്കും വ്യാപിക്കുന്നു. ഈ തരംഗങ്ങൾ അന്തരീക്ഷത്തെ, വായുമണ്ഡലത്തെ ശക്തിശാലിയും ശാന്തവുമാക്കി മാറ്റുന്നു.